കൊച്ചിയിലേക്കൊന്ന് പോവുകയാണ്. പറഞ്ഞിരുന്നു 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവദാനം, അതുമായി ബന്ധപ്പെട്ടതായപ്പോൾ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് വർഷം ഓർമ്മയില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. എത്രയും പെട്ടെന്ന് എത്തിക്കാന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിൽ. 3 മണിക്കൂർ അയക്ക് ഉള്ളിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കും. അത് അല്ല, പോലീസ് എസ്കോർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ പോലീസ് എസ്കോർട്ട് ഉണ്ടാവാറുണ്ട്. എത്രയും പെട്ടെന്ന് അവർ വഴി ക്ലിയർ ചെയ്ത് തരും. എല്ലാ സഹായവും അവർ ചെയ്തു തരും. അതറിഞ്ഞത് എല്ലാ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. എല്ലാം റെഡിയാണ്. എത്തിക്കാം എല്ലാം. ആംബുലൻസ് ഡ്രൈവറിന്റെ പ്രതികരണമാണ് വന്നത് എന്ന് തോന്നുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളുടെ അവയവങ്ങളാണ് ദാനം ചെയ്യാനായി ഇപ്പോൾ ശസ്ത്രക്രിയ. അത് ഏത് ഘട്ടത്തിൽ വരെ എത്തിയെന്നറിയണം. റോഡ് അപകടത്തെ തുടർന്നാണ് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുട്ടിയുടെ 2 വൃക്കകളും തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള കുഞ്ഞിനായിരിക്കും ദാനം ചെയ്യുക. അപ്പോൾ ഇനി റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, കൊച്ചി അമൃത ആശുപത്രിയിലാണ്. ശസ്ത്രക്രിയ ഏതുവരെയായി? ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കുമോ? എങ്ങനെയായിരിക്കും ഇനിയും ബാക്കി ക്രമീകരണങ്ങൾ? ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറാണോ സംസാരിച്ചത്? ഇപ്പോൾ സംസാരിച്ചത് ഈ അവയവങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാക്കിയിട്ടുള്ള ആംബുലൻസിന്റെ ഡ്രൈവറാണ്. 15-20 മിനിറ്റിനുള്ളിൽ കുഞ്ഞിന്റെ അവയവങ്ങൾ അമൃത ഹോസ്പിറ്റലിലെ മെയിൻ എൻട്രൻസിലൂടെ പുറത്തെത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇപ്പോൾ നമ്മൾ കാണുന്ന അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ആംബുലൻസ് അടക്കം ഈ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തോട്ട് ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണറും നൽകിയായിരിക്കും കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏതായാലും ഇപ്പോൾ ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ ശസ്ത്രക്രിയയും അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. നേരത്തെ ആശുപത്രി അധികൃതർ പറയുമ്പോൾ ഈ ഒരു 6:45 കൂടി ഒരു അവയവങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരമാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് വഴിയൊരുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ റോഡ് മാർഗം തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം നേരത്തെ എയർ ആംബുലൻസിൻ്റെ അടക്കമുള്ള കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പരിശോധിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ഈ രാത്രി ഇരുട്ടായതിനാൽ തന്നെ അതിൻ്റെയൊക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ റോഡ് മാർഗം തന്നെ കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഏതായാലും അധികം വൈകാതെ ഒരു 10-15 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ഈ അവയവം കൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ നിന്നും അമൃത ആശുപത്രിയിൽ നിന്നും പുറപ്പെടും. ആദ്യഘട്ടത്തിൽ എടപ്പള്ളി വൈറ്റില മാർഗം ആ വഴി പോയി തൃപ്പൂണിത്തുറയിൽ നിന്നും തിരിഞ്ഞ് പിന്നീട് കോട്ടയം റൂട്ടിലോട്ട് കയറി ഏറ്റുമാനൂർ കോട്ടയത്ത് നിന്ന് പിന്നെ MC റോഡ് വഴിയായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക. നേരത്തെ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറഞ്ഞ കാര്യം എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുമോ അത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആശുപത്രിയും അധികൃതർ ഉള്ളത്. ഏതായാലും 4 അവയവങ്ങളാണ് ഈ കുഞ്ഞിൻ്റെ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആയിട്ടുള്ള ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോകുക. 4 അവയവങ്ങളാണ് കൊണ്ടുപോകുക. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഹൃദയത്തിൻ്റെ വാൽവുണ്ട്, അതുപോലെ വൃക്കകൾ, ലിവർ അടക്കമുള്ള കാര്യങ്ങൾ. ഈ 3 അവയവങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. കിംസ്, അതുപോലെ SIT തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ള ഈ രോഗികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ അവയവങ്ങൾ കൊണ്ടുപോകുക. മാത്രമല്ല കുഞ്ഞിൻ്റെ 2 കണ്ണുകളും അത് നേത്ര ബാങ്കിലും ഇപ്പോൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ശസ്ത്രക്രിയ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്നും ആംബുലൻസ് പുറപ്പെടും. റോഡ് മാർഗം തന്നെ പുറപ്പെടും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുമോ അത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അത് പുറത്തേക്ക് ഇറക്കാനുള്ള സജ്ജീകരണങ്ങൾ ആയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും പോലീസ് അടക്കമുള്ളവർ ഇപ്പോൾ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത് ഈ വാർത്ത അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നവർ ഇനി ഈ പോകുന്ന റൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ സ്വയമേ തന്നെ തയ്യാറായി. കാരണം നമുക്കറിയാം ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഈ കുട്ടിയുടെ അവയവം അത് കൈമാറുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്ത ഒരു തീരുമാനവും അതിൻ്റെ നടപടികളുമായതിനാൽ തന്നെ ഇത് അധികം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു.